വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ടും തൻ്റെ ടാലന്റ് കൊണ്ടും വിമർശകരെ വീണ്ടും വായടപ്പിക്കുന്ന അത്യുജ്വല പ്രകടനമാണ് കളത്തിൽ സഞ്ജു സാംസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസന് സ്ഥിരതയില്ലെന്ന് പറഞ്ഞ വീരേന്ദർ സെവാഗിന് കൂടിയുള്ള മറുപടിയാണ് ഇന്നലെ ഡൽഹിക്കെതിരെ പുറത്താകാതെ നേടിയ 87 റൺസ്. ഈ സീസണിൽ 3 ഇന്നിങ്സുകളിലാണ് സഞ്ജു സാംസൺ പുറത്താകാതെ നിൽക്കുന്നത്. അതും 20 ഓവർ വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം ഇന്നലെ ഡൽഹിക്കെതിരെ 17.3 ഓവർ വരെ, അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് 8 വിക്കറ്റിൻ്റെ അത്യുജ്വല വിജയത്തിലേക്ക് പോകുന്നത് വരെ ടീമിനെ നയിച്ചുകൊണ്ട് 20 ഓവർ ഫീൽഡിൽ കീപ്പറായി നിന്നതിന് ശേഷം ഓപ്പണിംഗ് ബാറ്ററായെത്തി വിജയം വരെ കരുത്തുറ്റ ഇന്നിങ്സുമായി ക്രീസിൽ നിലയുറപ്പിച്ച കാഴ്ചയാണ് ഇന്നലെ സഞ്ജു സാംസണിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. മുന്നേ 2 തവണ സെഞ്ചുറി നേടിയപ്പോഴും 20 ഓവർ തന്നെയാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തത്. ഇത്രയും സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്ന വേറെ ആരുണ്ട്? എന്നിട്ട് അയാൾക്ക് ബാറ്റിംഗ് സ്ഥിരതയില്ലെന്ന് വീരേന്ദർ സെവാഗ് പറയുമ്പോൾ അതിനുള്ള ശക്തമായൊരു മറുപടി തന്നെയാണ് ഈ IPL സഞ്ജു സാംസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ അടിച്ചു കളിക്കാൻ ഫ്ലാറ്റ് പിച്ചുകൾ വേണമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നലത്തെ ഇന്നിങ്സ്. ഓരോ ബാറ്ററും റൺസ് കണ്ടെത്താൻ വിഷമിച്ച ഡൽഹിയുടെ പിച്ചിൽ സഞ്ജു സാംസൺ ഒരവസരവും എതിരാളികൾക്ക് നൽകാതെ പിഴവുകളില്ലാത്ത ഒരു പെർഫെക്റ്റ് ഇന്നിങ്സുമായി ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിച്ചത് 8 വിക്കറ്റിൻ്റെ വിജയത്തിലേക്ക്. ഒരു ബാറ്റർക്ക് മാക്സിമം കിട്ടാവുന്ന അവാർഡുകൾ 4 ആണ്. ആ ഒരു മാച്ചിൽ 4 അവാർഡുകളും സഞ്ജു സാംസൺ കൈപ്പിടിയിലൊതുക്കുന്നു. മികച്ച സ്ട്രൈക്ക് റേറ്റ് അവാർഡ്, ഏറ്റവും കൂടുതൽ 4, ഏറ്റവും കൂടുതൽ 6, കൂടാതെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും നേടിയെടുക്കുന്നു സഞ്ജു സാംസൺ. ഇനി എന്തു വേണം നിങ്ങൾക്ക്? അതിനേക്കാൾ ഉപരി സഞ്ജു സാംസൺ എല്ലാം ടീമിനായി സമർപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നലെ വേണമെങ്കിൽ സഞ്ജു സാംസന് സെഞ്ചുറി നേടാമായിരുന്നു. സെഞ്ചുറിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. തൻ്റെ പാർട്ട്ണർ കാർത്തിക് അവിടെ വളരെ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. സെഞ്ചുറി നേടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അത് എൻ്റെ സ്വാർത്ഥതയായി മാറും. ടീമിൻ്റെ വിജയമാണ് മുഖ്യം, അതിനുവേണ്ടിയാണ് കളിച്ചത്. ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ നോക്കാം. നിലവിൽ 2 സെഞ്ചുറി നേടിക്കൊണ്ട് നിൽക്കുന്ന താരമാണ് പറയുന്നത്. വേണമെങ്കിൽ 17-ാം ഓവറിൻ്റെ ആദ്യ ബോൾ കാർത്തിക് ശർമ്മ കളിച്ചപ്പോൾ അതൊരു സിംഗിളിൽ നിർത്തിക്കൊണ്ട് സഞ്ജുവിന് സ്ട്രൈക്ക് എടുക്കാമായിരുന്നു. പക്ഷേ സഞ്ജു അത് ചെയ്തില്ല. ആ ഒരു ബോളിൽ 2 റൺസ് ഓടുന്നു, വീണ്ടും ബൗണ്ടറി നേടുന്നു കാർത്തിക് ശർമ്മ. വീണ്ടും അടുത്ത ഓവർ ലഭിക്കുന്നു. അടുത്ത ഓവറിലും സ്ട്രൈക്ക് കാർത്തിക് ശർമ്മയിലേക്ക് കൈമാറുന്നതിന് യാതൊരു മടിയും കാണിക്കുന്നില്ല. പറഞ്ഞ കാരണം ഇതാണ്: തൻ്റെ പങ്കാളി അവിടെ വളരെ കൃത്യമായി ബാറ്റ് ചെയ്യുന്നു, പിന്നെ എന്തിനു ഞാൻ ആ സെഞ്ചുറിക്ക് വേണ്ടി ശ്രമിക്കണം? ടീമിൻ്റെ വിജയമായിരുന്നു മുഖ്യം. അതെ, ആ വിജയ റൺസ് കാർത്തിക് ശർമ്മ ബൗണ്ടറിയിലൂടെ നേടുമ്പോൾ കാർത്തിക് ശർമ്മയുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തെക്കുറിച്ചാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. ഇവിടെയാണ് വിജയത്തിലേക്ക് റൺസ് മാത്രമുള്ളപ്പോൾ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യക്ക് വേണ്ടി സ്ട്രൈക്കിലുള്ള സമയത്ത് ആ ബോൾ അവിടെ തട്ടിയിടുന്നു. നോൺ സ്ട്രൈക്കിലുള്ളത് വിരാട് കോഹ്ലിയാണ്. മിന്നും ഫോമിൽ ബാറ്റിംഗ് തുടരുന്നു. അവിടെ എന്തുകൊണ്ടും വിജയ റൺ നേടാനുള്ള അർഹത വിരാട് കോഹ്ലിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഓവറിൽ സ്ട്രൈക്കിലെത്തിച്ച് വിജയ റൺ നേടാനുള്ള അവസരം വിരാട് കോഹ്ലിക്ക് ഒരുക്കി കൊടുക്കുന്നു. ഒരു ബൗണ്ടറിയുടെ വിജയത്തിലേക്ക് നയിക്കുന്നു ഇന്ത്യയെ. അവിടെ വിരാട് കോഹ്ലിയുടെ ഒരു ആഹ്ലാദമുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണി നമ്മുടെ മനസ്സിൽ എല്ലാവരിലുമുണ്ട്. അതെ, ചെന്നൈ സൂപ്പർ കിങ്സിന് തെറ്റിയിട്ടില്ല. മഹേന്ദ്ര സിംഗ് ധോണിക്ക് യഥാർത്ഥ ഒരു പിൻഗാമിയെ തന്നെയാണ് സഞ്ജു സാംസണിൻ്റെ കൊണ്ടുവരവിലൂടെ ചെന്നൈ നേടിയിരിക്കുന്നത്. MSDയുടെ അഭാവം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇനി ഒരിക്കലും അലട്ടില്ലെന്ന് ഓരോ മത്സരം കഴിയുന്തോറും സഞ്ജു സാംസൺ തൻ്റെ വ്യക്തിത്വം കൊണ്ടും തൻ്റെ കളിമികവ് കൊണ്ടും ആരാധകർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മികവാർന്ന പ്രകടനങ്ങളുമായി IPL പ്ലേ ഓഫ് ടീമുകളിൽ ഒന്നായിത്തീരാൻ സഞ്ജു സാംസന്റെ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.